നമസ്കാരം. മൈ യോഗയിലേക്ക് സ്വാഗതം. നമ്മൾ മോളിക്കുലർ യോഗ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞിന്റെ വളർച്ച പോലെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ മനസ്സിലാക്കിയത് ലൂസനിങ് എക്സസൈസ് ആണ്. അതിനുശേഷം ഒരു കുഞ്ഞ് എപ്രകാരമാണോ കിടക്കുന്നത് അതേപോലെ നമ്മളും മലർന്നു കിടക്കുക. മലർന്നു കിടന്നതിന് ശേഷം കാലുകൾ പൊക്കുന്നു, ഉദ്ദിത പാദാസനം. അപ്പോൾ ഈ ഉദ്ദിത പാദാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ട് മടങ്ങാതിരിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം പൊക്കിയാൽ മതിയാവും. ഉദ്ദിത പാദ അഭ്യാസേത് പാദശക്തി വിവർദ്ധകം ഹൃദയശക്തി പ്രദായകം ശുക്ല ആർത്തവ വീര്യ സംശുദ്ധ. അതായത് പാദത്തിന് ബലം കിട്ടുന്നു, ഹൃദയത്തിന് ബലം കിട്ടുന്നു, വീര്യം നമ്മുടെ പ്രത്യുൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗുണം കിട്ടുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മെൻസസ് പ്രോബ്ലംസ്, പുരുഷന്മാരെ സംബന്ധിച്ച് പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് എന്നിങ്ങനെ നമ്മുടെ ശാരീരികമായ എല്ലാ ഗുണങ്ങളും എല്ലാ അസ്വസ്ഥതകളും മാറാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദവും ലളിതവുമായ ഉദ്ദിത പാദാസനമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ പോലെ മലർന്നു കിടക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കുഞ്ഞുങ്ങൾ മലർന്നാണ് കിടക്കുക ജനിച്ചപ്പോൾ തന്നെ. എന്നിട്ട് കൈകാലുകൾ പൊക്കുന്നു. അതേപോലെയാണ് നമ്മളും ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദിത പാദാസനം. റെഡി? നമ്മൾ ആദ്യം മലർന്നു കിടക്കുന്നു. മലർന്നു കിടന്നതിന് ശേഷം കൈകൾ രണ്ടും ചേർത്ത് വെക്കുന്നു. കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. നമ്മുടെ കാലിന്റെ വിരലിൽ നമ്മൾ നോട്ടം എത്തുന്ന ഭാഗമാണ് ആംഗിൾ. കാൽപാദത്തിന്റെ തള്ളവിരൽ കാണുന്നതിന് ശേഷം അതിനുശേഷം നമുക്ക് നോട്ടം മൂക്കിന്റെ അടുത്തേക്ക് പോവാം. ശ്വാസം ഹോൾഡ് ചെയ്യുക, മുട്ട് മടങ്ങാതെ നോക്കുക. നടുവേദന ഉള്ളവർ ഒരു കാരണവശാലും സ്ട്രെച്ച് ചെയ്യരുത്. നടുവേദന ഉള്ളവർ കാൽ ഇങ്ങനെ തന്നെ വെക്കുക, അല്ലാത്തവർ മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം ഹോൾഡ് ചെയ്യുക, സാവധാനം ശ്വാസം വിടുക. അതിനുശേഷം ഇടത് കാൽ ഉയർത്തുക. സാവധാനം ശ്വാസം ഹോൾഡ് ചെയ്യുക, ശ്വാസം എടുത്തുകൊണ്ട് ഹോൾഡ് 1 2 3 4 5 6. ശ്വാസം സാവധാനം വിടുക. അഗൈൻ വലത് കാൽ ഉയർത്തുക, സാവധാനം. ഉദ്ദിത പാദാസനം 45 ഡിഗ്രി. സാവധാനം സാവധാനം താഴ്ത്തുക. അഗൈൻ ലെഫ്റ്റ് ലെഗ് അപ്പ്. ഇത് നമ്മൾ സമയവും സാഹചര്യവും അനുസരിച്ച് എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമ്മൾ രണ്ട് കാല് ഒന്നിച്ച് 45 ഡിഗ്രി അപ്പ്. സാവധാനം ഒരിക്കൽ കൂടി ചെയ്യാം. അപ്പ്. ഒരു കാരണവശാലും സ്ട്രെയിൻ എടുത്ത് ചെയ്യരുത്, സാവധാനം ചെയ്യണം. അതിനുശേഷം നമുക്ക് വലത് കാൽ 90 ഡിഗ്രി. ഒരുപക്ഷെ എല്ലാവർക്കും തുടക്കക്കാർക്ക് 90 അത്രയും പൊക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ഉയർത്തുക. നടുവേദന ഇല്ലെങ്കിൽ കാലുകൾ നന്നായി മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് then left leg up. മുട്ട് വളയാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. തുടക്കക്കാർക്ക് ഒരുപക്ഷെ എത്രയും പൊങ്ങണമെന്നില്ല. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് ഇത് നമുക്ക് എണ്ണം സമയമനുസരിച്ച് കൂട്ടാവുന്നതാണ്. അതിനുശേഷം രണ്ട് കാലുകൾ ഒന്നിച്ച് 2 legs together up. സാവധാനം. once more, ready? Up. Then relax. ഈ സമയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ദിത പാദ അഭ്യാസേ പാദശക്തി വിവർദ്ധകം അത് നമ്മൾ മനസ്സിൽ കൊടുക്കുക. നമ്മുടെ പാദത്തിന് ബലം കിട്ടിയെന്ന് കൊടുക്കുക. ഹൃദയശക്തി പ്രദായകം, ഹൃദയത്തിന് ബലം കിട്ടിയെന്ന് വിശ്വസിക്കുക. ശുക്ല ആർത്തവ വീര്യ സംശുദ്ധ, നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുകൾ, ആർത്തവ സംബന്ധമായ വിഷയങ്ങൾ, ഇതെല്ലാത്തിനും ഗുണകരമായി എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിന് ചിന്ത കൊടുത്തുകൊണ്ടേയിരിക്കുക. ദ പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ബ്രീത്തിങ്, പ്രോപ്പർ റിലാക്സേഷൻ ആൻഡ് ദ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്. ഈ ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും യോഗശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. Relax. Yes,
ഇനി വലതുവശം ചരിഞ്ഞുകൊണ്ട് സാവധാനം നമുക്ക് ഉദിതപാദ ആസനം അവസാനിപ്പിക്കാവുന്നതാണ്. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഈ ഘട്ടം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.